ഹലോ ഗായ്സ്, ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:45 ഇന്ന് നമ്മൾ ഇന്നത്തെ പോലെ ക്ലാസ്സിനാണ് പോകുന്നത്. വൈകിട്ടാണ് ക്ലാസ് എന്ന് വെച്ചാൽ അതേ ഗൈസ് എനിക്ക് രാവിലെ ഇതും കാണും, ഉച്ചയ്ക്കും കാണും. എന്താണ് ക്ലാസ് എന്നൊക്കെ ഞാൻ പിന്നെ ഒരു ലോങ് വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനുശേഷം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കയറി പിന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഇറങ്ങത്തില്ല. അപ്പോൾ ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ബാഗ് എൻ്റെ ലോക്കറിനകത്തായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ പ്രസ്സിൽ വന്നിട്ട് ബില്ലടിക്കാനുണ്ടായിരുന്നു, കുറച്ച് ബില്ല് കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എല്ലാവർക്കൊക്കെ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ സെറ്റായതിനു ശേഷം ഈ ഒരു ഇതിൽ കൂടെയാണ് ഞാൻ ബില്ലൊക്കെ സെറ്റാക്കുന്നത്. അങ്ങനെ ബില്ലും പേയ്മെൻറ്റ്സൊക്കെ സെറ്റാക്കിയതിന് ശേഷം അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാനും അമ്മയും കൂടെ അപ്പോൾ ഇതാണ് എൻ്റെ പ്രസ്സിൻ്റെ പേര്, കീർത്തി പ്രിൻറ്റിങ് സൊല്യൂഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, അതിനുശേഷം ഞാനും ബാഗ് എടുത്തുകൊണ്ട് നമ്മൾ പുറത്ത് പോയാണ്. പുറത്ത് ഈ ബാഗ് എടുത്തുകൊണ്ട് എവിടെയാണ് പോകുന്നത് വെച്ചാൽ ഞാനും അമ്മയും കൂടെ നെയ്യാറ്റിൻകരയിലുള്ള രാമേന്ദ്രയിലാണ്. എല്ലാവരും ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ചോദിക്കാറുണ്ട് പൈസയുടെ ഇതാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, ഒരിക്കലും അല്ല ഗൈസ്. ഇത് ആവശ്യ സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. നമ്മൾ ഡെയിലി പോകുന്നില്ല, എന്നും പോകുന്നില്ലല്ലോ, വല്ലപ്പോഴാണ് പോകുന്നത്. വല്ലപ്പോഴും പോകുമ്പോഴൊക്കെയാണ് ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് പൈസ ഉള്ളതുകൊണ്ടായിരിക്കുന്നത്, അതിൻ്റെ കുഴപ്പമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഒരു വലിയ വീഡിയോ വരാനുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോറ് തുറന്നത് അകത്തേക്ക് കയറുകയാണ്. ആരും എന്നെ കണ്ട് പേടിക്കേണ്ട, ഞാൻ തന്നെയാണ് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ഓണാക്കി പേടിപ്പിക്കുകയെന്ന് വിചാരിക്കില്ലേ. അതിനുശേഷം വീട്ടിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് അച്ഛൻ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ എന്തൊക്കെയോ ഒരു പൊതികൾ ഇരിക്കുന്നത് കണ്ടു. അതൊക്കെ തപ്പാനുള്ള ഒരു ഇതാണ്, അതിൻ്റെ വലിച്ച ചിരിയുണ്ട്. അപ്പോൾ എന്തോ ഇതുണ്ടെന്നാണ് അർത്ഥം. അതേ കേസ് എന്തോ ഒരു ഫ്രൂട്ട്സ് സലാഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന സമയത്ത് കയ്യിൽ ക്യാഷ് ഉള്ളപ്പോഴൊക്കെ അത് വാങ്ങിച്ചിട്ട് വരാറുണ്ട്. അങ്ങനെ അത് പൊട്ടിക്കാതെ എനിക്ക് സമാധാനം വരില്ല ഗൈസ്. അങ്ങനെ ഫ്രൂട്ട് സലാഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഇതാണ് നല്ല ഡെക്കറേറ്റ് ചെയ്തില്ലേ, നല്ല കൊള്ളാം, കാണാനൊക്കെ കൊള്ളാം. സംഭവം എന്ന് വെച്ചാൽ ഈ സാധനം, ഈ ഫ്രൂട്ട് സലാഡ് അങ്ങനെ അത്ര ഞാൻ കഴിക്കാറില്ല. ഈ എല്ലാവരും പറയുന്ന പഴഞ്ചൊല്ല് പോലെ നല്ലതൊന്നും നായ്ക്ക് പിടിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ആ നായ് ഞാൻ എന്ന് കരുതണ്ടാരും. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് എനിക്കും. നല്ലതൊന്നും എനിക്ക് പിടിക്കത്തില്ല, അതെനിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. വല്ല പൊറോട്ടയും ബീഫാണെങ്കിൽ ഇപ്പോൾ ഒറ്റയിരിപ്പിന് തന്നു തീർക്കായിരുന്നു. നിശ്ചയദാർഢ്യങ്ങളുടെ എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് പട്ടിഷുമൊക്കെ ഇട്ട് നമ്മൾ വലിയവരെ തിന്നുന്നത് പോലെയൊക്കെ തിന്നിരിക്കാം. അതിനുശേഷം ഈ എള്ളുണ്ട, ഇന്നലെ എനിക്ക് എള്ളുണ്ട തിന്നാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എള്ളുണ്ടയും മേഗി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എള്ളുണ്ട തിന്നുന്ന സമയം നമുക്ക് മേഗി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്, ഒരു മിനി വ്ളോഗാണ്. കണ്ടൻറ്റ് ക്ഷാമമെന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് എന്തുവേണം പറയാം. കണ്ടൻറ്റ് ഉണ്ട്, എന്നാലും ഇടാത്തതെന്ന് വെച്ചാൽ കുറച്ച് കാരണത്താൽ എനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എള്ളുണ്ടയും കഴിച്ച് നമുക്കിരിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സീ യു.